ബഹുമാനപ്പെട്ട HMനെ ക്ഷണിച്ചുകൊടുക്കും. അല്ലേ, രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതിയുടെ ഒരു ശിഷ്യനാണ് നമ്മുടെ ഹരിവംശം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, അല്ലേ? അപ്പൊ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് ദേശീയത എന്ന് പറയുന്ന ആശയം പ്രസക്തമാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ ഇന്ത്യക്കാരല്ല, നമ്മൾ സാർവദേശീയ ആയിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഫിലോസഫർ കൂടിയാണ് ടാഗോർ. മനസ്സിലായോ? ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്കാരനായതുകൊണ്ട് പക്ഷേ ഒന്നും ഇല്ലായിരുന്നു. മറിച്ച് നമ്മളെല്ലാവരും ലോകത്തെമ്പാടുള്ള മനുഷ്യരുടെ ഒരു കണ്ണിയാണ് നമ്മളെന്നും. അതുകൊണ്ട് ഈ ദേശീയത എന്ന് പറയുന്നത് പോലും വളരെ ഇടുങ്ങിയതാണ്. അതിനേക്കാളും വലിയ സാർവദേശീയതയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ അക്കാലത്ത് 1900-കളിൽ തന്നെ ഒക്കെ പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ള ആസ്വാദനം. ബുദ്ധിമതിയായ ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്ന് സാഹിത്യപരമായ കഴിവുകൾ മനസ്സിലാക്കുകയും ഭർത്താവിൻ്റെ കസിനായ അമൽ എന്ന ചെറുപ്പക്കാരനുമായി ഒരു വിശുദ്ധമായ വൈകാരിക ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ചാരുവിൻ്റെ യാത്ര വായനക്കാർക്ക് ഹൃദയസ്പർശിയാണ്. 3 പ്രധാന കഥാപാത്രങ്ങളായ ദയയുള്ളവനെങ്കിലും ജോലിയിൽ മുഴുകിയ ഭർത്താവ് മൂലം ചാരു ഉപ സാഹിത്യകാരനാകാൻ ആഗ്രഹിക്കുന്ന അമൽ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ സങ്കീർണവും ആകർഷകവുമാണ്. ടാഗോറിന്റെ കാഴ്വരവും വിഷ്ണവുമായ അജ്ഞാനശൈലി മലയാള പരിഭാഷയെ നിലനിർത്തുന്നതിന് തെളിവാണ് ചാരു. അസന്തുഷ്ടമായ ഒരു ദാമ്പത്യ ബന്ധം പൂർണ്ണമാവാതെ പോയ ഇതിൻ്റെ കഴിവുകൾ, ഇതെല്ലാം തന്നെ വൈകാരിക ബന്ധമില്ലായ്മ, ഒരു വലിയ വഞ്ചനയായി മാറുന്ന മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത എന്നിവയെക്കുറിച്ചുള്ള കലാതീതമായ ഒരു പഠനം കൂടിയാണ് ചാരുലത. ഈ കഥ അവ്യക്തവും ദുർബലവുമായ അവളുടെ ഭൗതിക കണ്ടെത്തലും മനുഷ്യ ജീവിതത്തിൻ്റെ നാനാവിധ അവസ്ഥകളോടൊപ്പം തന്നെ ജീവിത സത്യങ്ങളും ദർശനങ്ങളും പ്രതിഫലിപ്പിക്കുന്നവയാണ് ടാഗോർ കഥകൾ. ഭാരതഭൂമി ലോകത്തിൽ സംഭാവന ചെയ്ത അനശ്വര സാഹിത്യകാരൻ മഹാനീഷിയുമായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രചനാപാഠത്തെ സമഗ്രമായി അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സംസ്കാരികനുമാണ് രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിൻ്റെ എഴുത്ത് അത്യന്തം സവിശേഷമാണ്. താളമന്ത ഭാഷയും ശുഭപരിചയായ ആശയങ്ങളും സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതായി. പ്രകൃതി സ്നേഹവും തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രകടമാണ്. ടാഗോറിൻ്റെ കൃതികളിൽ ഭാവഗീത ശൈലി പ്രകടമാണ്. ഇത് ബംഗാളി സാഹിത്യത്തിൽ ഒരു പുതിയ കാലഘട്ടത്തിൽ രൂപം നൽകി. നമുക്ക് പെട്ടെന്ന് ആ പ്രായത്തിലൊക്കെ വായിച്ചെടുക്കാൻ പറ്റിയ ഇമോഷൻസ്, അതുപോലെ ഭാഷ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കി എനിക്ക് മനസ്സിലാവും. വളരെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കഥകളാണ് മിക്കവാറും ടാഗോറിന് ഉണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ ഈ ചാരുലത വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ യദുവിനോട് തന്നെ പറഞ്ഞു, യദു തന്നെയാണ് എനിക്ക് ലൈബ്രറിയിൽ ചാരുലത കൊണ്ടുവന്നത്. പക്ഷെ പല കാരണം കൊണ്ടും ഇത് നീട്ടി വെച്ചപ്പോൾ ഞാൻ എന്തായാലും ഇത് നിങ്ങളുടെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വായിക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ ഇന്നാണെന്ന് ഹരിമാഷ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഓടിച്ച വായന ആണ് നടത്തിയത്. എന്തായാലും അതിന്റെ കണ്ടന്റ്, അതിന്റെ പ്രമേയം ഇന്നതായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണത് വായിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിന് ഞാൻ എന്നെ വായിച്ചേനെ, കാരണം ഇത്തരം വിഷയങ്ങളിൽ എനിക്ക് ഇത്തിരി കൂടുതൽ താല്പര്യമുണ്ട് ഇതിനെക്കുറിച്ച് പറയാനോ ആസ്വദിക്കാനോ ഒക്കെ. ഭാഷ പറഞ്ഞ പോലെ ഇതിലെ വളരെ കയ്യടക്കത്തോടെ ഇത് അവതരിപ്പിച്ചെങ്കിലും ഇതിന്റെ ക്ലൈമാക്സ് അതിഭീകരമായ ക്ലൈമാക്സ് ആണ്. 1901 അതായത് ഏകദേശം 100-125 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രമേയം എടുത്ത് ഒരു കഥ എഴുതിയത് നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ ആ കാലഘട്ടങ്ങളിലൊക്കെ മാർത്താണ്ഡവർമ്മ, ഇന്ദുലേഖ, അതുപോലെ ധർമ്മരാജ അങ്ങനെയുള്ള
ടാഗോറിന്റെ കുഞ്ഞു കഥകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നീട് മഹാശ്വേതാദേവി, ആശാപൂർണാദേവി ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ ടീനേജിൽ വായിച്ച് ആവേശം കൊണ്ടിരുന്ന ഒരു വായനക്കാലം എനിക്കുണ്ടായിരുന്നു. ആശാപൂർണാദേവിയുടെ 3 നോവലുകൾ, അതായത് സ്ത്രീകളുടെ വിഷയങ്ങൾ, അതായത് ഒരു മിഡിൽ 1940-50 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. ആ എത്ര അതിശക്തമായ രീതിയിലാണ് ഇവരൊക്കെ ഈ സ്ത്രീ വിഷയങ്ങളെ എടുത്ത് കൈകാര്യം ചെയ്തിരുന്നത്. ആശാപൂർണാദേവിയുടെ നോവൽ ത്രയങ്ങളുണ്ട്. ബഹുളിന്റെ കഥ, പ്രഥമ പ്രതിശ്രുതി, അതുപോലെ സുവർണലത അല്ലെ ഹരിവാസൻ, സുവർണലത. ഈ 3 നിങ്ങൾ വായിച്ച നിങ്ങൾ പുസ്തകം വെക്കില്ല, അത്രയ്ക്കും തീക്ഷ്ണം. അങ്ങനത്തെ ഓരോ നമ്മൾ വികാരങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള കൃതികളാണ് സാധാരണ. ഇവർ ശരിക്കും പുറത്തെ ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ ഓരോ വിഭാഗത്തിന്റെ അടുത്ത് പോയിട്ട് ഈ ബൈനോക്കുലർ അതിനൊരു പിടിയൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ വഴിയിൽ കൂടെ പോകുന്ന കച്ചവടക്കാരെയും യാത്രക്കാരെയും കാൽനടക്കാരെയൊക്കെ അവർ കാണും. അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകളിലൂടെ തുടക്കത്തിൽ തന്നെ ഈ സ്ത്രീ അനുഭവിക്കുന്ന ഏകാന്തത, ശരിക്കും ഏകാന്തതയാണ് ഇതിന്റെ വലിയൊരു വിഷയം. മനുഷ്യൻ എത്ര ആധുനികനാണെന്നോ അത്രയും ഏകാന്തത കൂടുന്നു എന്നതാണ്. നമ്മൾ വലിയ ടെക്നോളജിയുടെയും ദൂരങ്ങളെല്ലാം ആക്കുന്ന സംവിധാനങ്ങളുടെയും ലോകമാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സിനിമയും ഈ നോവലും ഒക്കെ വേറൊരു തരത്തിൽ ആ വിഷയമാണ്. ഏതായാലും നമുക്ക് ആ സിനിമയെ കുറച്ച് ഭാഗം മൈക്ക് കൊണ്ട് വയ്ക്കാൻ ഏറെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ എഴുത്തുകാരെല്ലാം തന്നെ മനുഷ്യ മനസ്സിലുണ്ടാവുന്ന വിഫലതയും ചിന്തകളെയും വികാരങ്ങളെയുമാണ് ആവശ്യം. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയതാണല്ലോ എന്ന് തോന്നുമ്പോഴാണ് അത് നല്ല ഇഷ്ടമാണ്. നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ, നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയതാണ്, ആ അനുഭവിച്ചതാണ്, നാം കണ്ടതാണ്. പക്ഷേ അത് വളരെ മനോഹരമായി നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ. ഞാനധികം പഠനം ലഭിക്കുന്നില്ല. സാഹിത്യത്തിൻ്റെ പല കർമ്മങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ടാവും. ഇതു ആദ്യം എഴുതിയത് എനിക്ക് കാണിച്ചു. ഈ പുസ്തകം തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. നല്ല ബോധ്യങ്ങളുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്. എന്നോട് ഞാൻ ചോദിച്ചു, എന്നോടാണ് ഈ ഒരു പുസ്തകം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞത് ഞാൻ സാധുവിൻ്റെ രണ്ട് സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച്, സ്ത്രീകളുടെ മനോഭാവം പോലെ വിഫലതകളെ കുറിച്ച്, സ്ത്രീകളുടെ അധികാരത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള കവികളും കഥാകാരന്മാരും നോവലിസ്റ്റ് ജീവനോടെ, അത് ബംഗാളിലാണ്, ബർദ്ധമാൻ ജില്ലയിൽ തന്റെ ജീവിച്ചിരുന്ന വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു തന്റെ ഏട്ടന്റെ ഭാര്യയായിട്ടുള്ള ഏട്ടത്തിയമ്മ. ആ ഏട്ടത്തിയമ്മ തന്റെ ഏട്ടൻ മരിച്ചപ്പോൾ ആ ചിതയിൽ സംസ്കരിക്കുമ്പോൾ വളരെ തന്റെ ഏറ്റവും അമ്മയേക്കാൾ പ്രിയപ്പെട്ട തന്റെ ജ്യേഷ്ഠ സഹോദരിയെ സതി എന്ന് പറയുന്ന സതി മാതാവ്, സതി എന്ന് പറയുന്ന ആചാരം ഭാഗമായി ഉളയുടെ
നേരെ വാട്സപ്പിലെ ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നു ഇപ്പോൾ മക്കളുടെ ഒരു പരിപാടിയായി മാറിയത്. ഇങ്ങനെ കുറ്റം ഉണ്ടായിരിക്കുക. ഇപ്പൊ ഇവിടെ പല തരക്കാരാണ് വേണ്ടി യദുവിനെ സഹായിക്കാനുള്ള വായന പ്രേരിപ്പിച്ച യദു അതിനനുസരിച്ച് വായിച്ച നമ്മൾ പലരും അത് വായിക്കാൻ തീരുമാനിച്ചവരാണ് അല്ലേ? ആണോ? മനസ്സിലോ? അപ്പൊ അതിലൊരു പിന്നെ ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ട വായനയുടെ ലക്ഷ്യം. നമ്മളത് ഇഷ്ടപ്പെടും അല്ലേ? വായനയോടുള്ള അധികം സംസാരിക്കാനുള്ള പൊതുവെ എന്താണ് വായന? എന്താണ് വായന? സിനിമ കാണുന്നത്, പുസ്തകം വായന തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വായന? കുറഞ്ഞത് ഏറ്റവും ചെറിയ പുസ്തകമാണെങ്കിൽ 1-2 ദിവസം എങ്കിലും